ഹായ്. അപ്പം നമ്മളിപ്പോൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ള ഒരു വിഷയം, ആരാണ് ഹാഷിം അംബ്രാണി? അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്ന ഹാഷിം ഇപ്പോൾ കോടീശ്വരനാണ് എന്ന് തന്നെ പറയാം. കാരണം പല വഴികൾ കൊണ്ടും അല്ലെങ്കിൽ പല പരിപാടികൾ കൊണ്ടും അദ്ദേഹം ഇന്ന് നല്ലൊരു കോടീശ്വരനാണ്. പാരമ്പര്യമായി കിട്ടിയ സ്വത്താണോ? അല്ല. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയ 900 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരു വീട്, അതുമായി ബന്ധപ്പെട്ട സ്ഥിര ജോലി എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഹാഷിം അംബ്രാണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും പണക്കാരനായി മാറിയത്? ഒന്ന് ഗുണ്ടായിസ്, പിന്നീട് തട്ടിപ്പും വെട്ടിപ്പും, അങ്ങനെയുള്ള പല പല കാരണങ്ങൾ. ഖാദറും ഞാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ഞാനും ഖാദറും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്, ഖാദറിന്റെ ശത്രു നിങ്ങളുടെ മിത്രമല്ലേ എന്ന് പറയുന്നുണ്ട്. ഖാദറും ഞാനും തമ്മിലുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. എൻ്റെ ശത്രുതയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഖാദറിന്റെ ശത്രുവായി മാറിയ മുന്നിലുള്ള ആളുകൾ പല തെമ്മാടിത്തരങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ അറിയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ആദ്യമായിട്ട് ഹാഷിം അംബ്രാണി എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത തുടക്കത്തിലുള്ള ഒരു പ്രശ്നത്തെ പറ്റി പറയാം. കാസർഗോഡ് ജില്ല ഇളക്കി മറിച്ച MC കമറുദ്ദീൻ മുൻ MLA തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനുണ്ട്. വലൈക്കും സലാം. പിന്നെ ഞാൻ ചോദിക്കട്ടാ, പിന്നെ ഈ ഫസലിനോട് നിങ്ങൾ ചോദിക്ക്, ഞാനതിൽ ബന്ധപ്പെട്ടിനാ ഈ പൈസ തരാനുണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാണ് ഫസലിനെ ആദ്യം വിളിച്ചതെന്ന് ചോദിക്കും. ഫസൽ ഇങ്ങോട്ട് വിളിച്ചതാ, ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. ഫസലോട് ഡീറ്റെയിൽ ആയിട്ട് അറിയും. നിങ്ങൾ അതൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കണ്ട. എന്താണ് കഥയെന്ന് മനസ്സിലാക്കി. ഫസലിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാനാണ് ഫയാസിനെ ഫസലിനെ അങ്ങോട്ട് വിളിച്ചത്. അതിന് 2 പ്രാവശ്യം ഫസൽ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഓനോടും സംസാരിച്ച് ഫസലോടും സംസാരിച്ച് അതിന് പൈസ കൊടുക്കാനും വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ശേഷമാണ് ഫസൽ എന്നെ വിളിച്ചത്. നിനക്കൊന്നും ഇത് തീർക്കാൻ കഴിയില്ല, ഞാനത് വേറെ ആളെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് കബീറിൻ്റെ അടുത്തേക്ക് പോയത്. പിന്നെ ടോപ്പ് ഗിയർ കബീറിൻ്റെ അടുത്ത്. അങ്ങനെ കബീറിൻ്റെ അടുത്ത് ഒരു പഞ്ചായത്ത് ആക്കിയിട്ട് എന്നിട്ടും ഞാൻ വീണ്ടും പോയി സംസാരിക്കാൻ വേണ്ടി. എന്നിട്ട് 1 ലക്ഷം ഉറുപ്പിന് ഇപ്പോൾ കൊടുക്കാനും ബാക്കി സമയം 6 മാസത്തിനുള്ളിൽ കൊടുക്കാനും സംസാരിച്ച് തീരുമാനമാക്കി. എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും തീർക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. എന്നിട്ട് ആ പൈസ വാങ്ങാനോ ചെക്ക് വാങ്ങാനോ അവന് വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം ഞാനത് വക്കാലത്ത് ഒഴിഞ്ഞു. എന്നിട്ട് ഞമ്മതിന് നിൽക്കണ്ട, പ്രശ്നം തീർക്കാൻ ഞമ്മ നിൽക്കുന്നില്ല എന്നാക്കി. പിന്നെ ആരൊക്കെ കൂടണോ വേണ്ടത് ഞാൻ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ ആളൊക്കെ കൂടും, ചിലപ്പോൾ ഞങ്ങൾക്ക് കൂടണ്ടാതെ വരും. അതെല്ലാം ഉണ്ടാവും. അത് എൻ്റെ തീരുമാനമല്ലേ, ഞാൻ അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകും. അതൊന്നും ഇപ്പോൾ നിങ്ങൾ പറയേണ്ടിയില്ല. ഇപ്പോൾ പിന്നെ കമർച്ച പ്രശ്നത്തിൽ കമർച്ചാൻ്റെ ഒക്കെ ഞാൻ തന്നെ ഉണ്ടായിന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജാമ്യം കിട്ടിയിട്ട് വരുമ്പോൾ കൂടെ തന്നെ ഉണ്ടായിന്. ആ കേസിന് മൊത്തത്തിൽ ജാമ്യം നിന്നതൊക്കെ ഞാനും ബാക്കിയുള്ള ആളുകളാണ്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ആരൊക്കെ കൂടണ പാണ്ടെല്ലാം തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. നിങ്ങൾ ഫസലിനോട് ചോദിക്കും ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ആദ്യം അന്വേഷിക്കും. ഫാഷൻ ഗോൾഡ് എന്ന് പറയുന്ന നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടും കമറുദ്ദീൻ MLA ജാമ്യത്തിലിറക്കാനും അതിനും ഇതിനും ഓടി നടന്നിരുന്ന ഹാഷിം അംബ്രാണി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് കിട്ടിയ പ്രതിഫലം എന്താണ്? നിങ്ങളിൽ നിന്നും പണം പറ്റിച്ച ആ പണമാണ് അവന് കിട്ടിയ പ്രതിഫലം. അതുകൊണ്ടാണ് അവൻ ഇന്ന് ഇതുവരെയുള്ള എല്ലാം നേടിയെടുത്തത് എന്നുള്ളതാണ് സത്യം. പിന്നീട് അവനുണ്ടാക്കിയ പല പല സെറ്റിൽമെൻറ്റ് കേസുകളിലും പ്രധാനമായപ്പെട്ട കേസാണ് ഉദുമ എന്ന് പറയുന്ന പീഡന കേസ്. വെറും 5 പ്രതികളിൽ നിന്നും ഒതുങ്ങേണ്ടിയിരുന്ന ഒരു കേസിനെ 13 പ്രതികളും 18 പ്രതികളിലേക്കും എത്തിച്ച ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണ് ഹാഷിം അംബ്രാണി എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇതിനൊക്കെ തെളിവ് എവിടെയെന്നായിരിക്കും ചോദിക്കുക. ഫൈസൽ മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനുമായി കോണ്ടാക്ട് ചെയ്യുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്, അതിനുള്ള തെളിവ് ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് പറയുന്നു ഞാൻ ഈ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. പിന്നീട് പല പല കാരണങ്ങളും പറയുന്നു. അത് പറയുന്നു എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിന് വ്യക്തമായൊരു വീഡിയോയുമായി ഞാൻ വരുന്നുണ്ട്. പൊന്നാര മക്കളെ, നിങ്ങൾക്ക് ആള് മാറി. കാരണം എന്താണെന്നറിയോ, എൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടോ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ അത് പുറത്ത് കൊണ്ടുവരും. അതിന് രാഷ്ട്രീയ കൊടിയുടെ കളർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഖാദറിൻ്റെ ശത്രുവാണെന്ന് വിചാരിച്ചുകൊണ്ടോ ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കൂല എന്നുള്ളതാണ് സത്യം. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എന്താണ് എനിക്ക് പണം കിട്ടി എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. എന്നോട് സംസാരിച്ചെല്ലാം ഞാൻ റെക്കോർഡഡ് ആണ്. ഇനി ഇതിൽ കൂടുതൽ വലിയ തെളിവുകളും കാര്യങ്ങളും ഞാൻ പുറത്ത് വിടണമെങ്കിൽ നിങ്ങൾക്ക് എന്നെയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. കാരണം ഇനി ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മൊത്തത്തിൽ കിടന്ന് ഇളകും. കാരണം ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽപ്പെട്ട ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുടെ പണം ഇന്നും ഹാഷിം അംബ്രാണി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. ഹാഷിം അംബ്രാണി ഇടപെട്ട ഇടപാടുകളിൽ പ്രധാനമായും തട്ടിപ്പുകളായിരുന്നു എന്നുള്ളതാണ് സത്യം.
ഹാഷിം അംബ്രാണി ഒരു പാവമാണോ? അല്ല. ഒരു ഡിവൈഎഫ്ഐക്കാരനെ കൊല്ലാനാക്കിയ കേസിൽ വരെ പ്രതിയാണ്. കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനാക്കിയ കേസിൽ വരെ. മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഹാഷിം അംബ്രാണി, ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ, ആരെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. നിനക്ക് നിന്റെ വീഡിയോ കാണുന്ന ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തന്നാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. റെക്കമെൻഡേഷൻ തീരെ താങ്ങാനും പിടിക്കാനും പറ്റാത്തൊരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലാവും. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യവുമാണ് റെക്കമെൻഡേഷൻ. ഓക്കെ. അപ്പോൾ ഹാഷിം അംബ്രാണി, ഇനിയുള്ള തെളിവുകൾ ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നിനക്ക് കാസർഗോഡ് ജില്ലയിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഇനി ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിനക്ക് ഞാൻ 24 മണിക്കൂർ സമയം തരുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ തന്നാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ആക്കാൻ, നിന്നെ ഈ കേസിൽ ഉൾപ്പെടുത്താതെ ഞാൻ മാറ്റുകയും ചെയ്യാം എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ശരി.